വീടിന് തത്തുല്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ള ഒരു കാർ പോർച്ചും ചെയ്തിരിക്കുന്നു. വീടിനേക്കാൾ മുമ്പ് കാണുന്നത് കാർ പോർച്ചാണ്. മുറ്റമുള്ള മുഴുവൻ ഏരിയയും സ്റ്റോൺ വിരിക്കുക എന്നുള്ളതുകൊണ്ട് അത്ര യോജിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഗ്രീനിഷ് കീപ്പ് ചെയ്യാനും നമുക്ക് വേനലിൽ ചൂട് കുറയാനും ശരിക്കും ഒരു മണ്ണിന്റെ ഒരു ബ്രീത്തിങ്, അതെ അതെ, നാച്ചുറൽ ബാലൻസിങ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്തിട്ടായിരിക്കണം പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത്. ഇതാണ് നമ്മുടെ ക്ലൈന്റ് നിഷാദിന്റെ ബെഡ്റൂം. ആളിവിടെ ഇല്ല, വന്നിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ക്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, മൊത്തം അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ട് പോയിട്ട്. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അല്ല, അത് ഇറ്റാലിയൻ മാർബിൾ വേണ്ടവർക്ക് എന്തായാലും അതേ എടുക്കും. എന്നാലും നമുക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അത് അത്രയും ഫ്രെയിം സ്റ്റീലിൽ വെക്കുവാണെങ്കിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ തടിയുടെ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു സ്റ്റീലിൽ ഫ്രെയിം ചെയ്തിട്ട് ഷട്ടർ വുഡിൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ കറക്റ്റ് ആ ഒരു ചെറിയൊരു പാർട്ടീഷൻ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഇവിടെ സ്വിങ് കൊടുത്തേക്കുന്നത്. അതെ, അത് തന്നെ ഇവിടെ നിന്ന് അല്ലേ, ഇതൊരു ആ പ്രൈവസി. വാർഡ്രോബിന്റെ ഈ ഒരു സൈഡില് അല്ലേ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ബെഡിന്റെ പൊസിഷൻ ഇങ്ങനെ ആയത് കാരണം നമുക്കിത് ഡോറ് തുറക്കുമ്പോൾ ഇവിടെ സ്പേസ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളിത് വിൻഡോ വരുന്ന കാരണം ബോർഡർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു പോർഷനിൽ അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ചേറെ തുണികളൊക്കെ എടുത്ത് വെച്ച് അയൺ ചെയ്യാനുള്ള ഒരു പിന്നെ നടന്ന് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു ഫാമിലി ലിവിംഗ് ആണിത്. ഈ ഒരു ഏരിയ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൈൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് ടൈലാണെന്ന് തോന്നുന്നു. അതെ, അതും ഈ ഫ്ലോറിങ്ങും ഭിത്തിയും എല്ലാം കൂടെ മാച്ചിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ സൈഡിലുള്ള പ്ലോട്ട് കുറച്ച് ഉയർന്നിട്ടാ വരുന്നത്. നമുക്ക് ഈ ഒരു വെന്റിലേഷൻ മാത്രം പോരാ ഈ കിച്ചണിൽ നിൽക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ ഒരു വേറൊരു സ്പേസ് ആയിട്ട് എടുക്കേണ്ടിയും വന്നില്ല. നിങ്ങളുടെ ആ പാഷ്യോ സ്പേസിന്റെ മുകളിൽ തന്നെയാണ് നിങ്ങളത് യൂസ് ചെയ്തത്. പാഷ്യോന്റെ ടോപ്പ് സൈഡ് ഒരു 80% യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലാൻഡിങ് അവിടെ അറേഞ്ച് ചെയ്തത്. അപ്പം നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്ത് കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെക്സസ് ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്തേക്കുന്ന ഈ വീട് ഒരു കൊളോണിയൽ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. അപ്പം നെക്സസ് ആർക്കിടെക്ട്സിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ നജീബ് നമ്മളൊപ്പം ഉണ്ട്. അപ്പം നജീബ് ബ്രോയോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പോൾ നമസ്കാരം. വെൽക്കം ടു ആർക്കിടോക്സ് എഗെയിൻ. അപ്പം നമ്മളിത് ഇവരുടെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. വീണ്ടും ഒരു സിംഗിൾ സ്റ്റോറി. വീണ്ടും ഒരു സിംഗിൾ സ്റ്റോറി. നമുക്കും തോന്നിയിട്ടുണ്ട് സിംഗിൾ സ്റ്റോറിക്കാണ് കൂടുതലും ഡിമാൻഡ് അല്ലേ, ഫാമിലി കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീടിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞോളാം. ഇത് ഏകദേശം എത്ര കാണുമായിരിക്കും പ്ലോട്ട് ഏരിയ? ഇത് പ്ലോട്ട് 30 സെന്റാണ്. അപ്പോൾ ഒരു ടേണിങ്ങിനാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം വ്യൂ ഇതിങ്ങനെ കറങ്ങി ഒരു 180 ഡിഗ്രിയിൽ കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ 3 സൈഡിലൂടെ റോഡ് പാസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ 3 സൈഡും ഫോക്കസ് ചെയ്തിട്ട് വേണം എലിവേഷൻ ചെയ്തേക്കുന്നത്. വീടിന് ഒരു ബ്രോഡർ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലീനിയറായിട്ട് കൊടുത്തിട്ടെങ്കിൽ ഇതിങ്ങനെ ഒരു നടവഴി പോലെ ഒരു പാത്ത് വേ പോലെ അല്ലേ, ഒരു പാത്ത് വേ. ഇത് നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഉള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ ആ പ്ലോട്ടിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളെല്ലാം ഒരു ആ കൊളോണിയൽ ടച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ് മെയിനായി ഇട്ടേക്കുന്നത്. അതിലൊരു പാറ്റേൺ വ്യത്യസ്തപ്പെടുത്തി അല്ലേ, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്രൗട്ട് ഈ ഒരു ഏരിയ മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റേ ബാക്കിയുള്ള ഏരിയയൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് തന്നെ ഫില്ല് ചെയ്തേക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കോബിളിൻ്റെ ഒരു പാറ്റേൺ ആക്കി ഇതൊക്കെ ഇങ്ങനെ ഓൾറെഡി ഈ വീട്ടിൽ നമ്മൾ ഒരുപാട് ഏരിയയിൽ റൗണ്ട് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ അങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ ഡിസൈനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എലിവേഷനിൽ നമുക്ക് കാണാം അവിടെ 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 അല്ലേ, പല സൈഡിലായിട്ട് ആ ഒരു പാറ്റേൺ പോയിട്ടുണ്ട്. കുറേ ഏരിയയിലൊക്കെ നിങ്ങൾ ആ ഒരു ലോൺ തന്നെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഈ ഫെൻസ് പോയേക്കുന്നതുകൊണ്ടൊക്കെ കുറച്ചും കൂടെ ഒരു വീടിന് തത്തുല്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ള ഒരു കാർ പോർച്ചും ചെയ്തിരിക്കുന്നു അല്ലേ. അതിന്റെ ഒരു റിപ്ലിക്ക തന്നെ ചെറിയ വീടിനേക്കാൾ മുമ്പ് കാണുന്നത് കാർ പോർച്ചാണ്. അപ്പോൾ കാർ പോർച്ചും അതേ പ്രൗഢിയിൽ തന്നെ നിലനിർത്തണം എന്നുള്ളതുകൊണ്ട് ആ എലിവേഷൻ്റെ ആ ഒരു മാച്ചിങ് അതിന് വേണ്ടി ആ ഭാഗത്തു നിന്നുള്ള സൈഡ് വന്നിട്ട് റോഡ് നല്ല എലിവേറ്റഡ് ആണ്. അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കൂരയുടെ ഒരു കണ്ടിന്യൂറ്റി ഇവിടാണ് പിടിച്ച് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് അല്ലേ. അതെ, തീർച്ചയായും. പ്ലാസ്റ്ററിൽ തന്നെ ചെയ്തേക്കുന്നതാണോ ഈ ഗ്രൂസ് ഒക്കെ?
പ്ലാസ്റ്ററിംഗ് തന്നെ ചെയ്തത്. താഴ്വശമൊക്കെ ആയാലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സീലിംഗ് ആണല്ലോ അകത്തൂടെ പോയിരിക്കുന്നത്. ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ ACP ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഈ ബ്ലെൻഡിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ACP മെറ്റീരിയൽ? അത് മാത്രമല്ല ACP മെറ്റീരിയലാണ് നമുക്ക് ലാസ്റ്റിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. പുറത്തായതുകൊണ്ട് എക്സ്റ്റീരിയർ ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ്. 2 കാർ ഈസി ആയിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ സൈഡിൽ 2 വീലറും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അകത്ത് ഫോൾ സീലിംഗ് മറ്റേ PVC മെറ്റീരിയലിന്റെ ഒരു PVC മെറ്റീരിയൽ, കാരണം നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഈ സ്ട്രക്ചർ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സീലിംഗ് ചെയ്ത് കൊടുത്തു. ശരി, അത് വളരെ നീറ്റ് ആയിട്ടുണ്ട്. ഈ ഗേബിൾ റൂഫ് തന്നെയാണ് ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ്. ആ കൊളോണിയൽ എലമെന്റ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. ഡോർമർ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ അല്ലേ. ഈ ഒരു സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പേൾ ഗ്രാസ് തന്നെ കൊടുത്തിട്ട് അങ്ങോട്ടൊരു പാത്ത് വേ കൊടുത്തിട്ടുണ്ടല്ലോ. ജസ്റ്റ് പാത്വേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തേക്കാണ് അല്ലേ. നമ്മളൊരു മുറ്റമുള്ള മുഴുവൻ ഏരിയയും ഈ സ്റ്റോൺ വിരിക്കുക എന്നുള്ളത് കൊണ്ട് അത്ര യോജിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അവർ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേനലിൽ ചൂട് കുറയാനും ഒരു മണ്ണിന്റെ ഒരു ബ്രീത്തിങ്. അതെ ബ്രീത്തിങ്, നാച്ചുറൽ ബാലൻസിങ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്തിട്ടായിരിക്കണം പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത്. വൈറ്റിന്റെ ഒരു വലിയൊരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫോമാണ് അല്ലേ. ആ ഒരു സ്പേസ് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഏരിയയിലും ഇന്ന് വൈറ്റ് മാത്രം. പിന്നെ നമ്മൾ റൂഫിംഗ് ടൈല് മാത്രമാണ് നമ്മൾ വേറൊരു കളറിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. ഇതും ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് വെച്ചിട്ടായതുകൊണ്ട് ആ ഒരു നാച്ചുറൽ ഫീൽഡിലാണ് നമ്മൾ ആ ഗ്രീൻ ആയിട്ടുള്ള ഒരു എലമെന്റ്സിന്റെ ഇടയിൽ അങ്ങനെ വരും. ഇപ്പം ഈ സൈഡിലായാലും ഒരു റൗണ്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിസിബിലിറ്റി അല്ലേ, പിന്നെ ഒരു എയർ ഫ്ലോയുടെ ഒക്കെ ഒരു പരിപാടി പോലെ ഈ ഡിസൈനിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മെയിൻ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട് എത്ര സ്ക്വയർ ഫീറ്റ് കാണും ആക്ച്വലി? വീട് നമുക്കൊരു 3224 സ്ക്വയർ ഫീറ്റ് അങ്ങാണ്ടാണ് വീട് വരുന്നത്, വിത്തൗട്ട് പോർച്ച്. വിൻഡോസ് ഉള്ളതിൻ്റെ സൈഡിലെല്ലാം ഈ ഒരു കലാറ്റിയ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാ ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ പോയേക്കാണ്. അപ്പോൾ ആവശ്യത്തിന് പ്രൈവസി ഉണ്ട്. അകത്തുനിന്ന് വെള്ളോട്ട് നോക്കുമ്പോൾ ഒരു പച്ചിപ്പും ഹരിതാഭയും കംപ്ലീറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും വീട് കാണാൻ. പിന്നെ ഈ ഒരു ഏരിയ മാത്രം ഇങ്ങനത്തെ ജാളി ഈ കളർ വന്നപ്പോഴത്തേക്ക് അത് വേറെ രസമുണ്ട്, കുറച്ച് ഒരു വൈബ്രൻ്റ് ആയിട്ട്. ഇത് നമ്മൾ ആ ഒരു പാഷിയുടെ ഭാഗമാണ് അല്ലേ, ഗ്രില്ല് കൊടുത്തതാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അകത്തുനിന്നും പുറത്തുനിന്നും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് സിറ്റൗട്ടോട്ട് കയറിയിട്ട് ബാക്കി എന്തെങ്കിലും പറയാം. സിറ്റൗട്ടിൽ നമ്മൾ ഈ ഏരിയ കുറച്ച് സ്പേസ് കൂട്ടിയിട്ടാണ് കൊടുത്തത്. ബാക്കി എൽ ഷേപ്പിൽ ഇങ്ങനെ ലെങ്ത്തിൽ കിടക്കുന്ന രീതിയിലാണ് ചെയ്തത്. അതിൻ്റെ ആ ഒരു സൈഡിൽ സിറ്റൗട്ടിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു നമ്മളെ പ്രൈവസിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു ജാളി വെച്ചത്. മാത്രമല്ല നമ്മൾ അവിടെ ആ ഒരു ഇതിൻ്റെ എലിവേഷൻ്റെ ഒരു പാർട്ടും കൂടെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് ആ എ ഷേപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആയിരിക്കുമ്പോൾ നമ്മളെ എലിവേഷന് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ 2 പർപ്പസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ജാളി. കറക്റ്റ് ആ ഒരു ചെറിയൊരു പാർട്ടീഷനുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഇവിടെ സ്വിങ് കൊടുത്തേക്കുന്നത്. അതെ, പിന്നെ ഇവിടുന്ന് അല്ലേ ഇതിൽ ആ പ്രൈവസി നമുക്ക് ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് വെച്ച് പ്രൈവസി ഉള്ള ഒരു ഏരിയ സിറ്റ് ഔട്ടിൽ വേണം എന്നുള്ളൊരു റിക്വയർമെന്റും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് നിങ്ങൾ പെയിന്റ് ചെയ്തെടുത്ത്? ഇത് പെയിന്റ് ചെയ്തെടുത്താണ്. ഇത് ടെറാക്കോട്ട കളറിലുള്ള ജാളിയായിരുന്നു. അത് നമ്മൾ വൈറ്റിലേക്ക് ഈ ഒരു വീടിന്റെ തീമിലേക്ക് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു പ്രൈവസി ഉള്ള ഏരിയയും കൂടെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ലാൻഡ്സ്കേപ്പിന്റെ മെയിൻ ഒരു വ്യൂ സൈഡിലിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. സ്വിങ്ങിലിരുന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്രീൻ സ്പേസ് അല്ലേ. അതെ. ഓക്കെ, അപ്പോൾ വിൻഡോ എല്ലാം സ്റ്റീൽ ഫ്രെയിമിൽ തന്നെയാണ്? വിൻഡോ ഫ്രെയിം എല്ലാം സ്റ്റീലിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഷട്ടർ ചെയ്തിട്ടുള്ളത് വുഡിലാണ്, തേക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കളർ പാറ്റേൺ വേണ്ടിയിട്ട് വൈറ്റ് പെയിന്റിലേക്ക് കൊണ്ടുപോയതാണ്. ഇതിൽ നിന്ന് നമുക്ക് ബാലൻസ് വന്ന എല്ലാം യൂസ് ചെയ്തിട്ടാണ്, തേക്കുകളെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്തത്. കസ്റ്റം ചെയ്തുകൊണ്ട് തന്നെ നല്ല സോളിഡ് നല്ല സ്ട്രോങ് സാധനമാണ്. നമ്മൾ ഇവിടും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ടോ അതോ സീലിംഗ്? ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല, നമ്മൾ സ്ലാബ് ലെവൽ തന്നെ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ പ്ലാന്റ് ഒക്കെ കറക്റ്റ് വളർന്ന് ആ ഹോളിൽ കൂടെ മേളിലോട്ട് പോകുമ്പോഴേ അതിൻ്റെ ആ ഒരു അല്ലേ ഭംഗിയിലേക്ക് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തേക്കാണ്. അതെ, ക്ലാഡിങ് ചെയ്തിട്ട്. അപ്പം അത് കറക്റ്റായിട്ട് ആ ഒരു ഇത് നമ്മൾ വേറെ ഒരു ഡിസൈനും പെയിന്റിങ് കളറൊന്നും ഈ വീടിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മറ്റേ പ്രോജക്റ്റിൽ കണ്ട പോലെ തന്നെ സൈഡിൽ ബോർഡറിലെല്ലാം ഗ്രാനൈറ്റ് തന്നെ പോയേക്കുവാണ് അല്ലേ? നമ്മൾ എല്ലാ എഡ്ജസിലും ഈ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്യാറ് സാധാരണ. ഇത് നമ്മൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ടൈലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത് ഗ്രാനൈറ്റ് എഡ്ജസിലൊക്കെ യൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു കാരണം. ഇറ്റാലിയൻ മാർബിൾ ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് അല്ലേ? 240 കണ്ടുവരുമെന്ന് തോന്നുന്നു അല്ലേ? ഇത് 8x6 അത് കറക്റ്റ് ആ ഒരു ബുക്ക് മാർക്ക് രീതിയിൽ തന്നെ അങ്ങനെ ആ ബുക്ക് മാർക്ക് രീതിയിൽ തന്നെ വിരിച്ച രീതിയിൽ വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന ടൈലാണ്. ഓക്കെ, നമ്മൾ ഈ വീടിൻ്റെ ഇതിനോട് ചേരുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു വൈറ്റ് ഫിനിഷിലുള്ള ഇതും ടീക്ക് തന്നെ PU ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഫ്രെയിം സ്റ്റീലിലാണ്. ഫ്രെയിം സ്റ്റീലിൽ വെക്കുവാണെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ സാധാരണ തടിയുടെ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്കത് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്.
അതേപോലെ തന്നെ ഈ നമുക്ക് ഈ ഏരിയയിൽ ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെതലരിക്കാനുള്ള സാധ്യത കുറവാണ് സ്റ്റീൽ വെക്കുകയാണെങ്കിൽ. കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് ഷട്ടർ വുഡിൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ സ്റ്റീലാണെന്നുള്ളൊരു ഫീലും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. നമുക്ക് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാലൊന്നും അത് സ്റ്റീലാണെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റും. കയറുമ്പോൾ തന്നെ ഒരു ഫോർമൽ ലിവിങ് ആണ് അല്ലേ? ഫോർമൽ ലിവിങ് നമ്മൾ വലിയൊരു ഭിത്തി പാർട്ടീഷനൊന്നും കൊടുക്കാതെ ഒരു സെമി പാർട്ടീഷനാണ് കൊടുത്തത്. ഈ പാർട്ടീഷൻ നമ്മൾ CNC കട്ട് ചെയ്തതാണ്, മെറ്റൽ CNC കട്ടിങ് ചെയ്തിട്ട് അതിലൊരു ഗോൾഡൻ ടച്ച് പെയിൻറ് ചെയ്തത്. ഇടയ്ക്ക് ഒരു ഫ്ലൂട്ടർ ഗ്ലാസ് ഇരിക്കുന്നത് ഒരു പ്രീമിയം ഫീൽ കൊടുക്കുന്ന രീതിയിലുള്ളതാണ് അല്ലേ? അതൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും അവിടെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തു. ഇതും സോഫ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തതാണ്. കളർ കോമ്പിനേഷൻ നല്ല രസമായിട്ടുണ്ട് അല്ലേ? ആ ഒരു ഗോൾഡൻ ഇതുമായിട്ടൊക്കെ മെർജ് ചെയ്യുന്ന പോകുന്ന രീതിയിൽ തന്നെ. പിന്നെ മുകളിൽ ഇത് സീലിംഗ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് പിന്നെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്താണ് വുഡിൻ്റെ ചെറിയൊരു പാറ്റേൺ ആഡ് ചെയ്ത് അത് പ്ലൈവുഡിൽ നമ്മൾ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് ആ ഡിസൈനൊക്കെ ചെയ്തത്. കാരണം ഈ ഒരു ഭാഗത്ത് ഇടയ്ക്ക് ടെക്സ്ചർ പെയിന്റിന്റെ ഇടയ്ക്കാണ് ഈ ഒരു സ്ട്രിപ്പ് പോയത്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ മാർബിളാണ് ബാക്കിയുള്ള ഏരിയകളിൽ ലിവിങ്ങിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ എലമെന്റ്സ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് അല്ലേ? സൈഡിലും കൊടുത്തിട്ട് ഒരു തീമായിട്ട് ചേരുന്ന രീതിയിലുള്ള കോഫി ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒരു അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ബ്രാസ് കോപ്പർ ഫിനിഷ് ഉണ്ട്. സിറ്റൗട്ടിൽ കണ്ടേക്കുന്ന സെയിം ഫ്ലോർ ടൈലാണ്. സെയിം തന്നെയാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏത് ബ്രാൻഡിന്റെ ആയിരുന്നു വല്ല ഓർമ്മയുണ്ടോ? ഇത് സിംബോളോ. ജോയിന്റ് ഫ്രീ ആയിട്ട് ഇട്ടാൽ ഇത് വൃത്തിയാവത്തുള്ളൂ അല്ലേ? അതെ, നന്നായിട്ട് വിരിക്കുക എന്നും കൂടെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഓക്കെ, നമ്മളിതിപ്പം ആക്ച്വലി ഒറിജിനൽ ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിക്കുന്നത് ഇതും തമ്മിൽ നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല. പ്രൈസും കാറ്റഗറി മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പം കംഫർട്ട് ടൈലായിരിക്കും. കോസ്റ്റ് ബേസ് വരുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ചെറിയൊരു കോസ്റ്റ് മാത്രമാണ് ടൈലിന് വരുള്ളൂ. നമുക്ക് ഈ രണ്ടൊരു മെറ്റീരിയലും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അല്ല, അത് ഇറ്റാലിയൻ മാർബിൾ വേണ്ടവർക്ക് എന്തായാലും അതേ എടുക്കും. ഇറ്റാലിയൻ മാർബിൾ നമുക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അത് അത്രയും കെയർ ചെയ്ത് യൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇറ്റാലിയൻ മാർബിൾ അല്ലേ, കെയർ ചെയ്യേണ്ട ആവശ്യം കൂടുതലാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ട് യൂസ് ചെയ്യാം. കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ ലുക്ക് വൈസ് നമുക്ക് ഏകദേശം ആ സിമിലർ സെയിം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ചെയ്താലും ഫുള്ള് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. നമ്മൾ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഫീച്ചർ ആണ് ആക്ച്വലി ഇതിലെ കോട്ടിയാട്. ഇത് നമ്മളെ ക്ലൈന്റിന്റെ റിക്വയർമെന്റിന്റെ ഭാഗം കൂടെയാണ് കോട്ടിയാട് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ഓക്കെ, മുകളിൽ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ മഴയുടെ പ്രശ്നം ഇല്ലല്ലോ? അതെ, സൺലൈറ്റ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസ് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഫ്യൂച്ചറിൽ നമുക്കിത് ഒരു നാച്ചുറൽ പ്ലാന്റ് വെക്കാനുള്ള ഒരു മണ്ണ് ഓൾറെഡി നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു ആർട്ടിഫിഷ്യൽ മാറ്റ് ഇട്ടേക്കാണ്. ഇവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് നടത്താൻ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ക്ലയൻറ്റ് പുറത്തായതുകൊണ്ട്. ശരി, അപ്പോൾ ഇതിലൊക്കെ ആയാലും ഓരോ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഡോർ ഫ്രെയിമിൻ്റെ ലെവലിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് പാനൽ ചെയ്ത് അങ്ങനെ ചെയ്ത്. പക്ഷേ ഇവിടുന്നാണ് ഓരോ സൈഡിലോട്ടും അല്ലേ, ഒരു സൈഡിലോട്ട് പാഷ്യോ ഡൈനിങ്. നമ്മൾ ഈ ഒരു ഫോർമൽ ലിവിങ് ഈ ഹോൾ ഇങ്ങനെ കണക്റ്റഡ് ആണ് വീടെല്ലാം. കാരണം നമ്മൾ എവിടെ ഇങ്ങനെ വോൾ കെട്ടി ബ്രേക്ക് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തന്നെ ഓരോ സൈഡ് പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വാം ടോൺ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ലൈറ്റ് പെയിന്റ് എല്ലാം നമ്മളൊരു വാം ടോണിലാണ് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത്. ഒറ്റ ഒരു ഇതിലാണ് പോയേക്കുന്നത് കൂടുതൽ. ഈ കാണുന്നത് ഇത് രണ്ടും ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂമുകളാണ് ടോട്ടൽ. ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ്. നമ്മുടെ ലിവിങ്ങിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ്ങിലോട്ട്. ഇവിടുത്തെ സീലിംഗ് ഹൈറ്റ് ആക്ച്വലി നല്ല ഉയരമുണ്ട് അല്ലേ? ഇത് ഫോൾ സീലിംഗ് ചെയ്തൊക്കെ അല്ലേ? ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് തന്നെ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ കുറേ ഏരിയ ഉള്ളൊരു ഭാഗമായതുകൊണ്ട് ഹൈറ്റ് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗി കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ സീലിംഗ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഡൈനിങ് ഏരിയ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു അത്ര ഏരിയയിൽ ഒരു ലെവൽ ഒരു പഞ്ചിങ് കൊടുത്ത് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഏരിയ ഡൈനിങ്ങിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീടിന്റെ എക്സ്റ്റീരിയറിന്റെ ഒരു വിക്ടോറിയൻ സ്റ്റൈലിന്റെ ഒരു ചെറിയൊരു തീം ഇവിടും കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ക്ലൈന്റ് യൂറോപ്പിലുള്ള ഒരാളായതുകൊണ്ട് അവർക്ക് ഈ ഒരു പാറ്റേൺ ഡിസൈനിങ് ആണ് ഇഷ്ടപ്പെട്ടത്. അതൊന്ന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇത് PVCയുടെ തന്നെ ഒരു വെയിൻസ്കോട്ട് കൊടുത്തേക്കുന്നു. അപ്പോൾ അതിൽ ഈ വാം ടോണിലുള്ള ഇത് വരുമ്പോഴത്തേക്ക് നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഖുർആന്റെ ഒരു കാലിഗ്രാഫി കറക്റ്റ് ഒരു ഏരിയയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അല്ലേ, അതിന് മാക്സിമം ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഷാൻലിയർ ഒക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഇൻസേർട്ടഡ് ലൈറ്റും കോബ് ലൈറ്റും പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഒരു നീഷ് ഏരിയയിൽ
കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒരു ഇച്ചിരി ഹിഡൻ ആയിട്ട് തന്നെയാണ് ആയിട്ട് ഒരു കുറച്ചും കൂടി പ്രൈവസി ഉള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മിനിമലായിട്ട് സിമ്പിൾ ആയിട്ട് ചെറിയൊരു ഗ്രേ ടോൺ അതെ അല്ലേ? അത് ഈ ഒരു ഏരിയ മാത്രം നിങ്ങൾ പെയിന്റിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ഗ്രേ ഇങ്ങനെ അവിടെ നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഗ്രേ കളറിലാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗ്രേ ടേബിൾ ടോപ്പ് സ്റ്റൈലിലാണ് ഇതിന്റെ സിങ്ക് കൊടുത്തിരിക്കുന്നത്. അടിയിൽ സ്റ്റോറേജ് സൗകര്യമൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഒരു ഫ്ലൂട്ടഡ് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. എനിക്ക് അക്രിലിക്കിന്റെ മെറ്റീരിയൽ വലിയ മിററാണ് കൊടുത്തത്. അതിന്റെ ബാക്കിൽ ഒരു ഇലുമിനേഷൻ ഉണ്ട്, സൈഡിൽ ഒരു ഡെക്കോർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാഷിനോട് ചേർന്ന് തന്നെ ഒരു സ്പേസ് ഉണ്ട്. ഇത് ടോയ്ലറ്റ് വല്ലതും ആണോ? അല്ല, ഇതാണ് നമ്മൾ ഈ വീടിന്റെ പ്രയർ റൂമിലേക്കുള്ള എൻട്രി ആണ്. ഫസ്റ്റ് നമ്മൾ എബല്യൂഷൻ ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ഉമ്മാന്റെ ഒരു വലിയ റിക്വയർമെന്റ് ആയിരുന്നു. നല്ല സ്പേസ് നന്നായിട്ട് വേണം എന്നുള്ളത്. അത് നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല, അതിലും ഒരു ഫാൾ സീലിംഗ് തന്നെ ചെയ്ത് സൈഡിൽ കോവിലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കുകളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭിത്തിക്ക് വന്നിട്ട് ഈ ഒരു മൂൺ, ഹാഫ് മൂൺ അല്ലേ, ഒരു ക്രസന്റ് ഷേപ്പും വളരെ അതൊക്കെ ഒരു ഇച്ചിരി ഡിവൈൻ ഒരു ഫീൽ വരുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് അവരുടെ റിക്വയർമെന്റ് ആയിരുന്നു. അത് നമ്മൾ മാക്സിമം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഡൈനിങ്ങിന് തൊട്ടടുത്തായിട്ടുള്ള. അതെ, നമ്മള് ഫോമൽ ലിവിംഗിൽ നിന്ന് കയറി വരുമ്പോൾ ഈ സൈഡിലൊരു ബെഡ്റൂം, ആ സൈഡിലൊരു ബെഡ്റൂം, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈക്വൽ ആയിട്ട്. അതെ, ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. റൂമിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് എലിവേഷൻ ഭംഗിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ബെഡ്റൂമിന്റെ രണ്ട് സൈഡിലും ഒരു കോർണർ വിൻഡോ അല്ല, എന്നാലും ആ ഒരു പൊസിഷനിലാണ് നമ്മൾ വിൻഡോ ആ സ്വിങ്ങിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് തന്നെ അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കഴിഞ്ഞ പ്രോജക്റ്റിലാണെങ്കിലും നമുക്ക് ഈ ഒരു ലീനിയർ വിൻഡോസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വിഷനെ ബ്രേക്ക് ചെയ്യാതെ. ഈ ഒരു ബെഡ്റൂം ഗസ്റ്റ് റൂം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സൈസിൽ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മറ്റുള്ള ബെഡ്റൂമിലെ? എല്ലാ ബെഡ്റൂംസും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഫോറിന്റെ മുകളിലായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. അതും നല്ല സൈഡ് ടേബിളും ഒക്കെ കൊടുത്ത് ഹെഡ് സ്പേസിലും പ്ലൈവുഡ് കുഷ്യൻ ചെയ്ത് അങ്ങനെ തന്നെ. പിന്നെ പുറകിലായിട്ട് ടെക്സ്ചർ പെയിന്റ്, പിന്നെ ഒരു എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കോർ ലൈറ്റ്സ് ഒക്കെ രണ്ട് സൈഡിലും കൊടുത്ത് അങ്ങനെ ചെയ്തു. പിന്നെ പിന്നെ വാർഡ്രോബിനുള്ള മെറ്റീരിയൽ പ്ലൈവില് മൈക്ക ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ലാത്തൊരു കാര്യം കൂടി ഇവിടെ കണ്ടു. വാർഡ്രോബിന്റെ ഈ ഒരു സൈഡില് അല്ലെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നീറ്റ് ആയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളും അങ്ങനെയൊക്കെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ നമുക്കൊന്ന് കുറച്ച് കളർഫുൾ ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത്. അതിന് ഉള്ളിൽ ലൈറ്റ് ഇപ്പം നമ്മൾ ക്ലയന്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പ്രൊവിഷൻ ഒക്കെ അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കത്തിച്ച് കാണിക്കാൻ. ഇവിടെ ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു മിററും വാർഡ്രോബിന്റെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ഡ്രസ്സിംഗ് സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നെയിൽ സ്പേസസ് ഒക്കെ ഉണ്ട്, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാനൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ്. ഈ ഗസ്റ്റ് റൂമിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബെഡ്റൂം കാണാം. ഇതും ആ സെയിം ഡോർ തന്നെ, വുഡൻ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഗസ്റ്റ് റൂമിന്റെ സെയിം സൈസ് ഒക്കെ തന്നെ വന്നു. പിന്നെ ഒരു കളർ തീമില് വ്യത്യാസം വന്നിട്ടുണ്ട്. ടെക്സ്ചർ പെയിന്റിന്റെ ഒക്കെ കളർ ഒരു ചോക്ലേറ്റ് ആ ഒരു കളറിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡിലാണെങ്കിലും അപ്പുറത്തെ പോലെ തന്നെ വുഡൻ മെറ്റീരിയൽ വന്നിട്ട് ഇവിടെ ഒരു സ്യൂഡ് മെറ്റീരിയലും ഒക്കെ വെച്ചിട്ട് കുഷനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡ് സ്പേസിൽ. അപ്പുറത്തെ പോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞോണക്ക് തന്നെ ആ ഒരു ടെക്സ്ചർ പെയിന്റും ഒക്കെ ചെയ്ത് ആ ഒരു വോള് കുറച്ചുകൂടെ വിൻഡോ വരുന്ന കാരണം ബോർഡർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു പോർഷനിൽ അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. മറ്റേ ഇടത്താണെങ്കിലും മറ്റേ റൂമിലാണെങ്കിലും നമുക്ക് ഹെഡ് സ്പേസിൽ വിൻഡോസ് കാണാൻ പറ്റില്ല. ഇവിടെ രണ്ട് സൈഡിലും ചെറിയ വിൻഡോ ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് ഹെഡ് ബോർഡ് വരുന്ന രീതിയിലാണ് ബോർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡ് ടേബിൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡ്രോബിന് വുഡൻ ആ ഒരു ഫിനിഷ് കൊടുത്തിട്ട് ആ ഒരു ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അതേ ഫിനിഷിംഗ് ആണ് നമ്മൾ ബെഡുമായിട്ട് ബെഡ്റൂമിന്റെ തീം തന്നെ അങ്ങനെയാണ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതിലാണെങ്കിലും നമ്മളൊരു വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അത് ഫോൾ സീലിംഗ് തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്? അതെ, ജിപ്സം സീലിംഗിൽ നമ്മൾ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് തന്നെ. പിന്നെ ഇവിടെ കർട്ടൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കളർ നമുക്ക് പുറത്തോട്ട് നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു വിൻഡോ ആണ് അല്ലേ? അതെ. ഇവിടെ അങ്ങനെ ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഒരു മിറർ മാത്രമാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരു വാഷ്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ്. ഓക്കെ, ഇനി നമുക്ക് കാണാനായിട്ട് രണ്ട് റൂം കൂടെ ഉണ്ട്, രണ്ട് ബെഡ്റൂം ഉണ്ട് അല്ലേ? ഒരെണ്ണം പിന്നെ
ഈ കോർട്ട്യാർഡിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ വരുന്ന ഒരു ഈ ബെഡ്റൂം ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ്. ഇവിടെയും സീലിംഗ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും അല്ലേ, രണ്ട് രീതിയിൽ തന്നെ ഒരു റെക്ടാംഗിൾ രീതിയിൽ തന്നെ ഉള്ളിലേക്ക് കുറച്ച് ഡെപ്തിൽ തന്നെ ചെയ്തിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് 2 ബെഡ്റൂമുകളുടെ അപേക്ഷിച്ച് വേറൊരു കളർ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ആ ഒരു ഹെഡ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വോളില് ഒരു ഗ്രീൻ ടെക്സ്ചർ പെയിന്റ് ആണ്. ഇവിടുത്തെ കർട്ടൻസ് ആണെങ്കിലും ഒരു ഒലീവ് ഗ്രീനിലാണ് ഇവിടുത്തെ കർട്ടൻസും അതുപോലെ സ്യൂട്ട് മെറ്റീരിയലും എല്ലാം ഗ്രീൻ ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ വാർഡ്രോബ് സ്ലൈഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മൾ ബെഡിന്റെ പൊസിഷൻ ഇങ്ങനെ ആയത് കാരണം നമുക്കിത് ഡോറ് തുറക്കുമ്പോൾ ഇവിടെ സ്പേസ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളിത് സ്ലൈഡിംഗ് ആയിട്ടും സെറ്റ് ചെയ്തു. ആ ഒരു സ്പേസിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതേ ഒരു വുഡൻ വൈറ്റ് കോംബോ ആണ് നമ്മൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അതാണ് ആ ഒരു മൊത്തത്തിൽ ആ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലയന്റിന്റെ പാരന്റ്സിന്റെ റൂമാണ്. ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ നോർമലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡിന് അടുത്തായിട്ട് തന്നെയാണ്, അല്ലാതെ വേറൊരു വാർഡ്രോബ് സ്പേസ് സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു വാഷ്റൂം ആണ്. പിന്നെ നടന്ന് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു ഫാമിലി ലിവിംഗ് ആണിത്. ഈ ഒരു ഏരിയ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ട് കോർട്ട്യാർഡിലേക്കുള്ളൊരു ഇങ്ങോട്ടൊരു വ്യൂവും പാറ്റിയോ സ്പേസിലേക്ക് ചെയ്യുന്നൊരു ഏരിയ, ഒരു വിക്ടോറിയൻ ചെറിയൊരു ടച്ചൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെയിൻസ്കോട്ടൊക്കെ ചെയ്ത് നല്ല അതിന്റെ ഹൈലൈറ്റ്. നമുക്കിനി അവിടെ ഒരു പാറ്റിയോ സ്പേസിലോട്ട് പാറ്റിയോയിലേക്ക് സ്ലൈഡിംഗ് PVC ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 വുഡൻ ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ തന്നെയാണ് നമ്മൾ അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ്. അതെ, ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ആവശ്യമില്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ചേറെ തുണികളൊക്കെ എടുത്ത് വെച്ച് അയൺ ചെയ്യാനുള്ള ഒരു ഇവിടത്തെ ആ ഒരു സെക്യൂരിറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഗ്രില്ലിങ്ങും ഒക്കെ കൂടെ ഒരു ബ്ലെൻഡ് കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പേവ് ചെയ്ത് ആ ഒരു ഏരിയ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൈൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം കുറച്ച് വലിപ്പമുണ്ട്, വിശാലതയുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ക്ലയന്റ് നിഷാദിന്റെ ബെഡ്റൂം. ആളിവിടെ ഇല്ല, വന്നിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ക്ലയന്റ് ഇതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, മൊത്തം ഏൽപ്പിച്ചിട്ടുണ്ട് പോയിട്ട്. എന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഇത് കാണുന്നത്. നമ്മുടെ വീഡിയോയിലൂടെയും കൂടെ കാണുമായിരിക്കും. അപ്പം നിഷാദ് നല്ല ഒരു ഗ്രേ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡിലാണെങ്കിലും ഈ ഒരു സ്യൂട്ട് മെറ്റീരിയൽ, ഒരു ഗ്രേയുടെ മെറ്റീരിയൽ നല്ല. പിന്നെ 2 ഡെക്കോ ലൈറ്റ്സ്, ആ വുഡൻ എലമെന്റ് പോയിട്ടുണ്ട്. ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു വർക്ക് സ്പേസ് ഉണ്ട് അല്ലേ. അതെ, ഇവിടെ ഈ 2 വിൻഡോസ് വന്നിട്ട് ഇത് എങ്ങനെയാണ് ഇത് തുറക്കുന്നത്? 2 സൈഡിൽ മുകളിലേക്ക്. പണ്ടത്തെ വീടുകൾക്കൊക്കെ പണ്ട് തുറന്നിട്ട് മുകളിലോട്ട് അങ്ങനെ ചെയ്തു വെക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നോർമലി നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ. ഇത് ലീനിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൊറിസോണ്ടലി ഇങ്ങനെ ചെയ്യുന്ന രീതിയിലും ഇത് വെർട്ടിക്കലി അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അത് മുകളിലോട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ സട്ടിലായിട്ടുള്ള ഈ ഒരു ഗ്രേ തീമിൽ തന്നെ ചെയ്തിട്ടുള്ള കർട്ടൻസ് ഒക്കെയാണ്. അധികം ഹെവി ഒന്നും അല്ല, നല്ലതായിട്ട് റൺ ചെയ്ത് തന്നെ പോകുന്ന. ഓരോ റൂമും ഓരോ കളർ തീമിലാണ് നമ്മൾ കുറച്ച് മാറിയാണ് നമ്മൾ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടോയ്ലറ്റ് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഗ്രേ തീമിൽ തന്നെ ചെയ്തേക്കുന്നു. ഇവിടെ ഒരു മിററും ഒരു വാഷ് ബേസിനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഡ്രൈ ഏരിയയുടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇവിടെ ഒരു നീഷ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈലാണെങ്കിലും ഈ ഒരു പാറ്റേണിൽ തന്നെ ഇവിടെ താഴത്തേന്റെ അതേ ഏകദേശം വരുന്ന രീതിയിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വോളിൽ പോയിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയിൽ ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. വലിയ മിറർ തന്നെയാണ് കൊടുത്തത്. അതിന്റെ ലൈറ്റ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രൊവിഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആണെങ്കിലും വാർഡ്രോബിലാണെങ്കിലും ക്ലയന്റ് ഇവിടെ ഇല്ലാത്ത കാരണം അത് ഫിറ്റ് ചെയ്യാതെ പ്ലൈവുഡിൽ മൈക്ക ഫിനിഷ് ചെയ്തിട്ടുള്ള കബോർഡ്സിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. മൈക്ക ലാമിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിലെ ബെഡ് കുറച്ച് ഫ്ലോട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സൈഡ് ടേബിൾസും ഫ്ലോട്ടിംഗ് ആണ്. ആ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ മോള് മൊത്തം ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ലൈറ്റ് ഗ്രേ. അതുപോലെ ഈ ഒരു ഷെയ്ഡും ഇതുമായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നത് ഐവറി ആണ്. പക്ഷേ നമ്മള്
ഹാളിലൊക്കെ കൊടുത്ത പോലെ കുറച്ച് ബ്രൈറ്റ് അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ പിന്നെ ഗ്രൂ ചെയ്തെടുത്ത് അത് നമ്മൾ ACPയിൽ കസ്റ്റമൈസ് ചെയ്തതാണ്. അങ്ങനെ ചെയ്തെടുത്ത നമ്മൾ ഈ വീട്ടിലുടനീളം നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടും. ഈ ഫ്ലോറിങ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊടുത്തത് ജോയിന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ റൂമിലും എല്ലായിടത്തും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കിച്ചൺ വരുന്നത്. കിച്ചൺ നമ്മൾ ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സ്ലാബ് ടൈലാണെന്ന് തോന്നുന്നു. അതെ, നമുക്ക് ഫുൾ ബോഡി ടൈലാണ് വരുന്നത്. അതും ഈ ഫ്ലോറിങ്ങും ഭിത്തിയും എല്ലാം കൂടെ മാച്ചിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കളർ ബ്ലെൻഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് താഴെ ഒരു ഗ്രീൻ, ഒലിവ് ഗ്രീനിന്റെ ഒരു ഗ്രീൻ മൈക്ക ലാമിനേഷൻ തന്നെ ചെയ്ത് ഇടയ്ക്ക് ഒരു ചെറിയ ഒരു വുഡൻ ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ കിച്ചണിൽ ആദ്യമേ കാണാറില്ലല്ലോ. ഇത് നമ്മൾ കുറച്ച് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വാഷിംഗ് മെഷീൻ യൂട്ടിലിറ്റി ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഹാൻഡ് വാഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ലേഡീസിന് വാഷ് ചെയ്യണമെങ്കിലൊക്കെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഐലാൻഡ് ആയിട്ടാണ്. ഇതിനിടയിൽ സ്റ്റോറേജും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമ്മൾ ആക്സസറീസ് ഫിറ്റിംഗ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റോളിംഗ് ഷട്ടർ കൊടുത്ത് ഹിഡൻ ആക്കിയിട്ടുണ്ട്. അതെ, പിന്നെ കുറച്ച് ഏരിയ ഗ്രൈൻഡറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റെഫ്രിജറേറ്റർ ഉള്ളൊരു പ്രൊവിഷനൊക്കെ കൊടുത്ത് നല്ല വലുപ്പത്തിലൊരു സ്ലാബ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലെ വാഷ് കൂടാതെ നമ്മൾ ഇവിടെയാണ് വലിയൊരു സിങ്കിന് കൊടുത്തിട്ട് 2 പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഇവിടെ വെളിച്ചമൊക്കെ കിട്ടാൻ ഉള്ള ആ ഒരു രീതിയിൽ തന്നെ ചെറിയൊരു വിൻഡോ ലീനിയർ ആയിട്ട് ഈ സെയിം വിൻഡോ അവിടെ മുകളിലും കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന്റെ പർപ്പസിന്. ആ ഒരു ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാൻ അങ്ങനെ കണക്ട് ചെയ്യാതെ ആ ഒരു ലോഫ്റ്റ് എല്ലാം ഇങ്ങനെ ഈ സൈഡിലുള്ള പ്ലോട്ട് കുറച്ച് ഉയർന്നിട്ടാ വരുന്നത്. നമുക്ക് ഈ ഒരു വെന്റിലേഷൻ മാത്രം പോരാ ഈ കിച്ചണിൽ നിൽക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലൊരു വെന്റിലേഷൻ പർപ്പസും കൂടെ വേണ്ടിയിട്ട്. അതിന് അത്രയും ഹൈറ്റ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് ആക്സസ് ചെയ്യാനും പറ്റും. അതുപോലെ ഈ കിച്ചണിലോട്ട് കയറുമ്പോൾ ഒരു ഹൈറ്റിൽ, അതായത് ലിൻഡൽ ഹൈറ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു വോൾ ടൈല് മൊത്തം വോൾ ടൈല് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു നമ്മളെ ഡിസൈനിങ്ങിന്റെ ആ ഒരു പർപ്പസ് തന്നെ ക്ലീനിങ്ങിനൊക്കെ എളുപ്പമാണ്. മാത്രല്ല ഈ കിച്ചണിലോട്ട് വരുമ്പോ തന്നെ ഒരു ഫീല് കിട്ടാൻ മൊത്തത്തിലൊരു നമ്മളിപ്പോ ഒരു സൈഡിൽ വലിയ കിച്ചൺ ആയത് കാരണം ഒരു സൈഡിൽ കുറച്ച് പെയിന്റ് കൊടുക്കണം, ഒരു സൈഡിൽ കുറച്ച് ഡാഡോ സ്പേസ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു സ്പേസ് നമുക്ക് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്താൽ. ഇത് നമുക്ക് സ്റ്റോർ റൂമാണ്, ചെറിയൊരു സ്റ്റോർ റൂം. പുറത്തേക്കുള്ള ഡോറാണ് വീടിന്റെ പിൻഭാഗത്തേക്ക്. എന്താണ് ഇവിടെ ഒരു വേറൊരു സ്ട്രക്ചർ കാണാലോ? അത് നമ്മളിവിടെ കിച്ചണോട് ചേർന്നിട്ട് വർക്കിംഗ് കിച്ചണൊന്നും കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഇവിടെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന എപ്പോഴും അങ്ങനെ വരുന്ന ഒരു വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെർവന്റ് റൂം പ്ലസ് വർക്കിംഗ് കിച്ചൺ, ടോയ്ലറ്റ് അങ്ങനെ അതിൽ സെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹാർഡ് കിച്ചൺ വർക്കൊക്കെ അവിടെയാണ് നടക്കുന്നത്. അതെ, സാധാരണ സിംഗിൾ സ്റ്റോറി വീടുകളിലൊന്നും കാണാത്ത ഒരു സംഭവമാണ് സ്റ്റെയർ കേസും. അതുപോലെ തന്നെ കാണും, എന്നാലും ഇങ്ങനൊരു സ്പേസ്, സ്റ്റെയർ ചെന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് എങ്ങനെയായിരുന്നു ഈ ഒരു? ഇത് ഓൾറെഡി നമ്മളൊരു പ്രോജക്റ്റിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു സ്റ്റെയർ മുകളിലോട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്റ്റെയർ ചെയ്യണം. അപ്പോൾ അതിലേക്ക് ചെറിയൊരു എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെയർ തന്നെ ചെയ്യാവുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ അവിടെ ഒരു വെന്റിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടതായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സ്റ്റെയർ അറ്റാച്ച് ചെയ്ത് ആ ലാൻഡിങ്ങിൽ ഒരു ലിവിങ്ങും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. വേറൊരു സ്പേസ് ആയിട്ട് എടുക്കേണ്ടിയും വന്നില്ല, നിങ്ങളുടെ ആ പാഷ്യോ സ്പേസിന്റെ മുകളിൽ തന്നെയാണ് നിങ്ങളത്? അതെ, പാഷ്യോന്റെ ടോപ്പ് സൈഡ് ഒരു 80% യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലാൻഡിങ് അവിടെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പം സ്റ്റെയർ ഒരു എനിക്കൊന്നൊരു സ്ക്വയർ ട്യൂബിലും കണ്ടാന്ന് തോന്നുന്നു സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ വുഡൻ പ്ലാങ്ക് ചെയ്തേക്കുന്നു. ടഫൻ ഗ്ലാസ് തന്നെ കൊടുത്തേക്കുന്നു. ഒരു ഹാൻഡ് റെയിൽ വന്നിട്ട് തടിയുടെ തന്നെ കൊടുത്തേക്കുന്നു. അതെ, അപ്പോൾ കയറി വരുന്ന ഏരിയ തന്നെ നല്ല നീളത്തിലുള്ള ഒരു ഷാൻഡിലിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫ്ലോർ തന്നെ ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ലാൻഡിങ്ങിൽ വരുമ്പോഴായാലും വുഡൻ ഫ്ലോറും വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്നും അല്ലാതെ വുഡൻ ഫിനിഷുള്ള ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലാങ്ക് ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു സീറ്റിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അത് വിത്ത് ഒരു
നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ പുറത്തുള്ള തെങ്ങും ഒരു ഗ്രീനറി മുഴുവൻ ഇവിടെ അത് കാണാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം വലിയൊരു സ്പേസ് തന്നെ കൊടുത്തേക്കുന്നു. ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, നമുക്ക് ഈ വീട്ടിൽ TV കാണാൻ ഒരു ഏരിയ ഇല്ല. അത് നമ്മൾ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ അപ്പം TV ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു ഭിത്തി നിങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ചൊരു ഗ്രൂപ്പ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു TV കൺസോളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ സൈഡിലും ഇത് വിൻഡോ കൊടുത്തേക്കുന്നതിന് UPVC-യുടെ PVC വിൻഡോ ആണ്. ഫിക്സഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതും കൂടെ. മുമ്പേ പറഞ്ഞ ആ ഒരു ഹീറ്റ് എസ്കേപ്പ് റൂട്ട്. അതെ, നമുക്ക് ഈ ഒരു വെന്റിലേഷന്റെ മെയിൻ ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടാൽ ഇതും നമുക്ക് ഈ സൈഡിലേക്കുള്ളതും നമ്മളെ വീടിന്റെ 2 ഡയറക്ഷനിലുള്ളതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. പിന്നെയും സ്റ്റെയർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? അതെ. അപ്പം അത് വീടിന്റെ മുകളിലത്തെ ആ ഒരു ആറ്റിക് സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനൊരു അഡീഷണൽ റൂഫിംഗ് കൊടുത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ റൂഫിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ പിന്നെ ഈ ഒരു സ്ലോപ്പിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് ഈ സ്ട്രിപ്സ്. സ്ലാബിന്റെ താഴെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് എടുത്തതാണ്. കാരണം ഇവിടെ നമുക്ക് ഇനി ഒരു സീലിംഗ് ചെയ്യാനുള്ള ഒരു ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ ചെയ്തെടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് എത്രത്തോളം സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഇപ്പോൾ റീസെന്റ് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറേ ബിൽഡിംഗ് പ്ലംബിംഗ് മെറ്റീരിയൽസിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് ഡംപ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ആണ്. ഇതിങ്ങനെ ഹൈറ്റ് ഇത്ര ഏരിയ വരാൻ കാരണം നമ്മൾ ഇതിന്റെ എലിവേഷൻ ചെയ്ത സമയത്തുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് ഇത്ര ഏരിയ. കാരണം ഈ വീട് കംപ്ലീറ്റ് കവേർഡാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വേനലിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കണം സ്ലാബ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിംഗിൾ സ്റ്റോറി ചെയ്യുന്ന എല്ലാ വീടുകളും ഇതുപോലെ കവർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്താലും ഇത് അല്ലേ ഒരു വാട്ടർ ലീക്കേജിനൊക്കെ ഉള്ള ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വെള്ളത്തിൻ്റെ അതും, പിന്നെ നമ്മൾ വേനൽ വരുന്ന സമയത്ത് ചൂടിൻ്റെ ഒരു ഇഷ്യൂ നന്നായിട്ട് വരുന്നുണ്ട് ഡയറക്റ്റ് വെയിലടിക്കും.